ഞാൻ ലിസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഏതെല്ലാം പറയുമെന്ന് എനിക്ക് ഉറപ്പില്ല. നായയുടെ സ്നേഹത്തെക്കുറിച്ച് അഫ്ഗാൻ ബാലൻ, ഷാലിനി വധിക്കപ്പെട്ടത്, ഗാസ, സുഡാൻ, ട്രംപ്, കോടന്നൂർ, രാഹുൽ, ശരത് പ്രസാദ്, അയ്യപ്പ സേവാ സംഘം, സുകുമാരൻ നായർ, വെള്ളപ്പള്ളി നടേശൻ, വയനാട് വനിതാ ഗുണ്ടകൾ, പാകിസ്ഥാൻ ഹസദാനം, അബ്ദുൾ റഹീം, തിരുവനന്തപുരം തിരുമല അനിൽ, ദാദാ സാഹേബ് ഫാൽക്കവേഡ്, അമീബിക് മസ്തിഷ്ക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം എനിക്ക് പറയാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു സന്തോഷത്തിലൂടെ അല്ല സഞ്ചരിക്കുന്നത്. ഒരു എല്ലാ ദിവസവും കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര നമ്മളെ മനസ്സിന് ഒരു സന്തോഷം നൽകുന്ന കാര്യങ്ങളല്ല. ചിലപ്പോഴൊക്കെ നമുക്ക് കേൾക്കുന്നത് വളരെ വളരെ ദുർലഭമായിട്ട് സന്തോഷത്തിൻ്റെ വാർത്തകളാണ്. അപ്പോൾ ആദ്യം അത് ഞാൻ പറയാമെന്നാണ് വിചാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ നായ്ക്കളെക്കുറിച്ച് കല്ലെറിയാനുള്ള മനോഭാവമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ആ കല്ലെറിയുന്നതിന് മുമ്പ് അവർ എന്തുകൊണ്ട് ഇങ്ങനെ ആക്രമിക്കുന്നു എന്ന് ചോദിക്കുന്നവർ, അല്ലെങ്കിൽ ചോദിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ അന്വേഷിക്കുന്നവർ വളരെ കുറവാണ്. ഏറ്റവും അധികം നമ്മളോട് സ്നേഹം കാണിക്കുന്ന ഒരു ജീവിയാണ് നായ. പക്ഷെ നമ്മളിപ്പോൾ അവയെല്ലാം പുറത്തു വിടുകയും അവർക്ക് തീറ്റ പല രീതിയിൽ കിട്ടുകയും അവർ ആക്രമിക്കപ്പെടുകയും അവർ തിരിച്ച് നമ്മളെ ആക്രമിക്കുകയും ചെയ്യുകയാണ്. നായകൾ തന്നെ പലതരം നായ്ക്കളുണ്ട്, നമ്മളിലെ പോലെ തന്നെ. ചിലർ ദുശാട്ടിക്കാരും അക്രമവാസനയുള്ളവരും ഉണ്ട്, എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. ഈ അടുത്ത കാലത്ത് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരു നായക്കുട്ടി എത്ര സ്നേഹമസൃണമായിട്ടാണ്, അധികം വാലാട്ടൊന്നുമില്ല, പക്ഷേ ആ മുഖത്ത് നിസാര ശബ്ദങ്ങൾ കൊണ്ട് ആ സ്നേഹപ്രകടനം നമുക്ക് ആസ്വാദ്യവും. നമ്മുടെ മനസ്സിലൊരു വലിയൊരു മന്ദമാരുതം കടന്നു പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു വേനൽമഴ പോലെ നമുക്ക് തോന്നിപ്പോകും. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു നായക്കുട്ടിയുടെ വായിൽ എല്ലോ മറ്റോ കുടുങ്ങിപ്പോവുകയും അത് ഒരു അമ്മച്ചി അതെടുത്തു കളയാൻ വേണ്ടി പരിശ്രമിക്കുക, അത് എടുത്തു കളയും ചെയ്യും. ആ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ നായക്കുട്ടി കാണിക്കുന്ന സ്നേഹപ്രകടനം ഉണ്ടല്ലോ, അത് എത്ര സുന്ദരമാണെന്ന് നോക്കിയാൽ. പിന്നെ ഇത്തരം ഈ മൃഗങ്ങളെ, അല്ലെങ്കിൽ ഈ നമ്മുടെ വളർത്തുമൃഗങ്ങളെ എങ്ങനെയാണ് നമുക്ക് ആക്രമിക്കാൻ തോന്നുന്നത് അത് കണ്ടു കഴിയുമ്പോൾ. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും നമ്മൾ ഈ മതങ്ങൾ ഉണ്ടാക്കുന്ന കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ എന്താണ്, പശുവിനെ നമ്മൾ നമ്മുടെ മാതാവെന്ന് പറയും, പന്നിയെ പട്ടിയെയൊക്കെ ഹറാമായിട്ട് കരുതുകയും ചെയ്യും. പാവം കോഴികളെല്ലാം നമ്മൾ കൊല്ലുകയും ചെയ്യും. അതിനൊന്നും കുഴപ്പമില്ല, ആടിനെ കോഴിനൊക്കെ കൊല്ലും. എത്ര വിചിത്രമായാണ് ഒരു ദൈവം സൃഷ്ടിച്ച ജീവികളാണെന്ന് വിചാരിക്കുക. പിന്നെ അവിടെ എന്ത് വ്യത്യാസം? ദൈവം പറഞ്ഞു ഇവരെയൊക്കെ കൊല്ലാൻ, ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കൊല്ലുന്നത്. ആടിനെ, ഇസാക്കിനെ ഹോമയാഗം നടത്തും, അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ജീവികൾ എന്ത് പഴച്ചു? ഇവിടെയാണ് ഒരു മുസ്ലിം സ്ത്രീയായിട്ടുള്ള അദ്ദേഹം ഉമ്മച്ചി ആ നായക്കുട്ടിയുടെ എല്ലെടുത്ത് കളയുന്നത്, അല്ലെങ്കിൽ തടസ്സെടുത്ത് കളയുന്നത്. അവിടെ മതമൊന്നും അവർക്ക് പ്രശ്നമില്ല. ആ അനുഭൂതിയാണ്, അല്ലെങ്കിൽ ആർദ്രതയാണ്, അനുകമ്പിയാണ്, സഹജീവി സ്നേഹമാണ്. ഇത് മനുഷ്യരിലുണ്ട്. നിങ്ങൾ എത്ര തന്നെ അത് ഒഴിവാക്കാൻ നോക്കിയാലും മനുഷ്യരിലുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മറ്റെന്നെ ഒരു അത്ഭുതത്തിലേക്കാണ് എന്നെ മറ്റൊരു കാഴ്ച. അത് ഒരു ബാലനാണ്. ആ ബാലൻ തൻ്റെ വസ്ത്രമൊക്കെ ആകെ കരിപുരുണ്ടിട്ടുണ്ട്. വസ്ത്രത്തിൽ നീണ്ട കുർത്തയിട്ടുള്ളൊരു ബാലൻ. ആ ബാലൻ ഒരു പ്ലെയിനിൻ്റെ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ബാലനാണ്. ഇറാനിലേക്ക് പോകാനാണ് മകന് ആഗ്രഹമായിരുന്നത്. വന്നുപെട്ട് ഡൽഹിയിലും ആ കൂട്ടിൽ കയറിയിരുന്ന് ഡൽഹിയിലെത്തിയപ്പോൾ ഇറങ്ങിയതാണ്. ഞാൻ ആദ്യമൊക്കെ ഒരു അത്ഭുതമാണെങ്കിൽ പിന്നീട് അതിൻ്റെ വാർത്ത വായിച്ചപ്പോഴാണ് അതിൻ്റെ എത്ര ഭീകരമായിട്ടുള്ള, ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞാനത് ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് അപകടം എന്ന് പറയാൻ കാരണം, ഇത് 30,000 അടി ചെല്ലുമ്പോൾ വായു തണുക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ തണുക്കുമ്പോൾ ആൾ മരിക്കും എന്നുള്ളതാണ്. അങ്ങനെ മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ 30 ഡിഗ്രി സെൽഷ്യസിൽ ഹൈപ്പോതെർമിയ എന്നുള്ള സംഗതി വരികയും മരിക്കുകയും ശ്വാസം കിട്ടാൻ മരിക്കുകയും ചെയ്യത്രേ. ഇന്ത്യയിലെ
1996 ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ഇതുപോലെ 2 കുട്ടികൾ പോയത്രേ. ഒന്ന് പ്രദീപ് സൈനിയും വിജയ് സൈനിയും. ദൗർഭാഗ്യവശാൽ വിജയ് സൈനി മരിച്ചു എന്നാണ്. അത് കേട്ടപ്പോഴാണ് ആ കൊച്ചു ജീവിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നിയത്, അതിൻ്റെ അത്ഭുതവും ഭയാനകതയൊക്കെ തോന്നിയത്. എന്തായാലും ആ ഭയാനകതയെല്ലാം നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് വിഷമത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഇതിലേക്ക് വരുന്നത്. ഗാസ തന്നെയാണ് നാം കാണുന്നത്. ഒരു കുട്ടി കടൽ തീരത്തുകൂടെ അനിയനെയും കൊണ്ട് വിലപിച്ച് പോകുന്നതാണ്. നമ്മൾ അണായുധം ഉപയോഗിച്ചപ്പോൾ ഒരു കുട്ടി വിവസ്ത്രയായി പോകുന്നത് നമുക്ക് കണ്ടാണ്. നമ്മളെല്ലാവരും നെഞ്ചു പൊട്ടിക്കറിഞ്ഞു. ഇതുപോലെയാണ് ഗാസയിൽ നിരന്തര വാർത്തകൾ വരുന്നുണ്ട്. കുട്ടികളുടെ പൊട്ടിപ്പൊളിഞ്ഞ ഇപ്പോഴും യുദ്ധം നടക്കുകയാണ്. അവിടെ ഗാസയിൽ ഏകദേശം 65,000 പേർ വധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഏകദേശം 4 ലക്ഷം ആളുകൾ പലായനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നെതന്യാഹു അദ്ദേഹം UN-ൽ സംസാരിച്ചു. അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഓടിപ്പോയി, ആർപ്പുളികളോടി കൂക്ക് വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം പറഞ്ഞ 2 കാര്യമുണ്ട്. അതിലൊരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. 2 കാര്യം. ഒന്ന്, പലസ്തീൻ ഈ ഹമാസ് ബന്ദികൾ വെട്ടേക്കണം എന്നുള്ളത്, അത് തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ്. 2 അവർക്ക് രാഷ്ട്രം കൊടുക്കില്ല എന്നുള്ളത്, അത് തെറ്റായ കാര്യമാണ്. ഈ 2 ആ രീതിയിലാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും പലസ്തീന് രാഷ്ട്രം വേണം. കാരണം ജൂതന്മാർ അനുഭവിച്ച വേദന ജൂതന്മാർക്കറിയാം. ആട്ടിയോടിപ്പിക്കപ്പെട്ട ജനതയാണ്. അവർക്ക് വീടുണ്ടായിരുന്നില്ല. അവരെത്രയോ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ ഒരിക്കലും മറ്റൊരു രാജ്യത്തെ അടിച്ചോടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. അവർക്കൊരു രാഷ്ട്രം വേണം എന്ന് തന്നെയാണ്. അതേ അവസരത്തിൽ തന്നെ ഇത് നമുക്ക് 2 നീതി കണ്ടുകൂടാ എന്നുള്ളതാണ്. ഇവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ ഇതുപോലെ വിഷമവും ദുഃഖങ്ങളും മറുഭാഗങ്ങളിലും ഒരുപാട് ഭാഗങ്ങളും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഒരു രാഷ്ട്രം വേണം. അതിൻ്റെ കൂടെയാണ് ഞാൻ അതേ അവസരത്തിൽ തന്നെ പലസ്തീൻ്റെ ബന്ദികളെ വിടാൻ പറയാൻ ധൈര്യവും സമ്മർദ്ദവും ഹമാസിനോട് ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ള ദുഃഖകരമായ കാര്യമുണ്ട്. ഹമാസ് അദ്ദേഹത്തിൻ്റെ പ്രസിഡൻറ്റ്, പലസ്തീൻ്റെ പ്രസിഡൻറ്റ് പറഞ്ഞു ഹമാസ് ഞങ്ങളുടെ പ്രതിനിധിയല്ല. പക്ഷേ ഹമാസാണ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നത്. ആ ഹമാസുകളെ തുരുത്താൻ, ഹമാസുകളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ പലസ്തീൻ അതോറിറ്റിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പൊതു രാജ്യവും ലോകത്തിൻ്റെ രാജ്യങ്ങളും ഹമാസിനെ നിർബന്ധിക്കുന്നില്ല. കാരണം പറയും അത് ഹമാസ് UN-ൽ അംഗമല്ല, ബന്ദികളെ ആക്കിയത് അവരാണ്. ബലാത്സംഗം ചെയ്യപ്പെട്ട് റോഡിലൂടെ അടിച്ചു കൊല്ലുന്ന ചിത്രവും കൂടി കാണുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ഇസ്രായേൽ ബലാത്സംഗം ചെയ്യുന്നില്ല എന്നുള്ളത്, വെടിവെച്ച് കൊല്ലുന്നുണ്ടെന്നുള്ളത്. ഇതെല്ലാം ക്രൂരമായ പ്രവൃത്തികൾ തന്നെയാണ്. ഈ UN എന്നുള്ളത് ഭയങ്കര അപ്രസക്തമാകുന്നൊരു കാഴ്ചയാണ് കിടക്കുന്നത്. പെട്ടെന്ന് മാതൃഭൂമിയിലെ ജേക്കബ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടർ പറയുന്നത് മറ്റൊരു തരത്തിലാണ്. ഈ സുഡാൻ എന്നുള്ള രാജ്യമുണ്ട്, ആഫ്രിക്കയിൽ 3ാമത്തെ രാജ്യമാണ്. ആ 2 ലക്ഷം ആളുകളാണ് ഇപ്പം അവർ വധിക്കപ്പെട്ടത്. 2.5 കൊല്ലമായി. 1.5 ലക്ഷം ആളുകൾ മരിച്ചു. 2.5 കൊല്ലമായിട്ടുള്ള ഈ അവിടെ മാറി നടക്കുകയാണ്. ഒരേ രാജ്യത്തെ ആളുകൾ തന്നെയാണ്. വേറെ 70% മുസ്ലിമാണ് മാത്രം, മറ്റു ന്യൂനപക്ഷമാണ് മാത്രം. 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം ആളുകൾ ഭരിക്കപ്പെട്ടു. 4.5 കോടി ആളുകൾ, എത്രയോ കോടി ആളുകൾ പലായനം ചെയ്യപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു, പോഷകാലം. പക്ഷേ ഇത് നമ്മുടെ സ്ഥിതിയിലേക്ക് വരുന്നില്ല എന്നുള്ളതും കൂടിയുണ്ട്. ഇവിടെ നമ്മൾ ഒരു പക്ഷപാതപരമായിട്ടുള്ള അല്ലെങ്കിൽ സെലക്റ്റീവ് ആകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നാം ലോകത്തിൽ ഏത് ദുരന്തങ്ങളെയും ഒരേപോലെ കാണണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വീണ്ടും ഞാൻ പറഞ്ഞു, പലസ്തീൻ രാജ്യം വേണം, പലസ്തീന് സമാധാനം ജീവിക്കാൻ വേണം. അതേ അവസരത്തിൽ തന്നെ ഹമാസിൻ്റെ തോന്നിവാസങ്ങൾക്ക് അനുകൂലം നിൽക്കാൻ തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കുകയും ഹമാസിന് പിടിച്ചുകൊണ്ടേ ബന്ദികളെ തിരിച്ചു കൊണ്ടു കൊടുക്കാനുള്ള സമ്മർദ്ദവും നമ്മുടെ നാട്ടിൽ നടത്തേണ്ടതാണ്. ആ തരത്തിലേക്ക് കാണണമെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോഴാണ് ട്രംപിൻ്റെ വീരപ്രസംഗം വരുന്നത്. അദ്ദേഹം വീരപ്രസംഗം മാത്രമല്ല, വീരോജല പ്രസംഗം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ് എനിക്ക് നോബൽ സമ്മാനം പിടിച്ചു വാങ്ങാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എനിക്ക് നോബൽ സമ്മാനം തന്നേ തീരൂ എന്നാണ് പറയുന്നത്. UN അപ്രസക്തമായിരിക്കുന്നു. വാസ്തവത്തിൽ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് ഇപ്പോൾ ട്രംപായിരിക്കുന്നു. യുദ്ധം ചെയ്യിക്കുന്നതും ട്രംപ്, യുദ്ധം ഇല്ലാതാക്കുന്നതും ട്രംപായിരിക്കുന്നു. അതാണ് അദ്ദേഹം കണക്കുകൾ പറയണം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായില്ലേ, അത് ശരിയാണ്. ഇത് പഹൽഗാമിൽ അമേരിക്ക അറിഞ്ഞിട്ടായിരിക്കുമോ ഈ തീവ്രവാദം ഇതൊക്കെ ഉണ്ടാക്കിയത്?
വാസ്തവത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് അവസാനിപ്പിച്ച രീതിയൊക്കെ സംശയം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ട്രംപിൻ്റെ സ്വാധീനത്തിലായിരിക്കും അത് അവസാനിച്ചത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചില്ലേ? ഒരുപക്ഷെ രണ്ട് ഭാഗത്തും ധൈര്യം കൊടുത്തത് US ആയിരിക്കും. പണ്ട് കാലത്ത് ആയുധ കച്ചവടം നടത്തിയ നല്ല പരിചയം ട്രംപിനുണ്ടല്ലോ. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ തമ്മിൽ റഷ്യ ഉക്രൈനിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ പുടിൻ ആ നിലപാടെടുക്കുന്നില്ല. സെലൻസിക്ക് അങ്ങനെ ഒരു രീതിയിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് നൊബേൽ സമ്മാനം തന്നേ പറ്റൂ എന്ന് പറയുന്ന ട്രംപിനെ പോലെയുള്ള കോമാളികൾ ഉള്ള ഒരു ലോക നേതാക്കളുള്ള ഒരു സമൂഹ അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നുള്ള ഒരു വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ ചുങ്കം ഉണ്ടാക്കുന്നു. USA താമസിക്കുന്ന ആളുകൾക്കൊക്കെ എത്രയോ അപകടകരമായ രീതി. ഈ അടുത്താണ് പഞ്ചാബ് 10-75 വയസ്സായ സ്ത്രീയെ ഒരു കയ്യും വിലം കണിയിച്ചുകൊണ്ട് അതിഭീകരമായ ഭീകരവാദിയെ പോലെ നാട് കടത്തപ്പെട്ടത്. വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ മാത്രം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പോൾ അമേരിക്കയിൽ ഹനുമാൻ പ്രതിമ മാറ്റണമെന്നും ഇത് ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പറയാൻ റിപ്പബ്ലിക് പാർട്ടിയുടെ നേതാവ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെ എല്ലായിടത്തും വംശീയവാദം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മൾ അയർലൻഡിൽ കാണുന്നത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ മലയാളിയായ കുട്ടിയെ അവിടെയുള്ള തദ്ദേശവാസികളായ കുട്ടികൾ വന്ന് തല്ലിടുകയും ഹരാസ് ചെയ്തതുമാണ്. ആ കുട്ടി കേസ് കൊടുത്തിട്ടത് എന്തായെന്ന് നമുക്കറിയില്ല. ഇവിടെയും മറ്റുള്ള സ്ഥലങ്ങൾ കാനഡയിലുമൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ വംശീയവാദം അതിന് കാരണം നമ്മുടെ ആളുകൾ കൂടിയാണ്. അവിടെ പോയി അനാവശ്യമായ ലഹളകളുണ്ടാക്കുകയും അനാവശ്യമായിട്ടുള്ള രീതികൾ അവിടെ ഉണ്ടാക്കുകയും അവർ ജോലികൾ നഷ്ടപ്പെട്ടെന്ന് തോന്നലുണ്ടാക്കുകയൊക്കെയാണ്. ഇങ്ങനെ എല്ലായിടത്തും മതത്തിൻ്റെ അപ്പോൾ ഇന്ത്യയിൽ മുസ്ലിമുകളെ അതിക്രമിക്കാൻ ശ്രമം നടത്തുമ്പോൾ പുറമെ ഹിന്ദുക്കളെ അതിക്രമിക്കാൻ അത് ഇന്ത്യക്കാരാണെന്നുള്ളത് കൊണ്ട് തന്നെ ആക്രമണത്തിന് വിധേയം. ഇങ്ങനെ അവർക്ക് അധിക സ്വാധീനമുള്ള മേഖലയിൽ അടിച്ചോടിക്കപ്പെട്ടാൽ, കൊല ചെയ്യപ്പെട്ടാൽ എന്തായിരിക്കും ഈ ലോകത്തിൻ്റെ സുസ്ഥിരത, ലോകത്തിൻ്റെ സമാധാനം, ലോകത്തിൻ്റെ ശാന്തി എവിടെയായിരിക്കും ഉണ്ടാവുക? ഈ കൊച്ചുകുട്ടികൾ, ഒന്നും അറിയാത്ത കുട്ടികൾ വധിക്കപ്പെടുമ്പോൾ, അവർ പീഡിക്കപ്പെടുമ്പോൾ, അവർ ആക്രമിക്കപ്പെടുമ്പോൾ ആരാണ് ഉത്തരവാദി? അവരോട് നമ്മൾ എന്താണ് ഭാവി തലമുറയോട് എന്താണ് നാം പറയാനുള്ളത്? അതാണ് വാസ്തവത്തിൽ ദുഃഖകരമായി. അതുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുത്വ തീവ്രവാദികളോടൊക്കെ ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്, നമ്മളിവിടെ വെച്ച് അവർ ചെയ്യുന്ന പോലെയല്ല നാം ചെയ്യേണ്ടത്. ഈ ലോകം, നമ്മുടെ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാക്കേണ്ടതാണ്. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, മറ്റ് സംസ്ഥാനങ്ങളുടെ പേരിലെല്ലാം പീഡിപ്പിക്കപ്പെടുന്നത് നിർത്തലാക്കണം എന്നാണ് ഈ അവസരത്തിൽ ഈ ചെറിയൊരു മനുഷ്യന് പറയാനുള്ളത്. ഇതിൻ്റെ തുടർച്ചയാണ് ഫലസ്തീൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഹസ്തദാനത്തിൻ്റെ പ്രശ്നം. വാസ്തവത്തിൽ എത്ര വിരോധാഭാസമായൊരു കാര്യമാണ്. ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്നത് അത് സ്പോർട്സുമാണ്. ആ സ്പോർട്സ്മാൻ ക്രിക്കറ്റിലാണ് എടുക്കേണ്ടത്. മനുഷ്യർ കലയും സ്പോർട്സുമാണ് മനുഷ്യർ ഒന്നിപ്പിക്കുന്നത്. ആ ഒന്നിപ്പിക്കുന്നത് ആ ചരടാണ് മുറിക്കുന്നത്. പിന്നെ എന്തിന് ക്രിക്കറ്റ് കളിക്കുന്ന? യുദ്ധമാണോ? യുദ്ധമല്ലല്ലോ. നാം എല്ലാവരും കളിക്കുന്നു അതിൽ സന്തോഷം കിട്ടാനാണ്. ഇവിടെ ഹസ്തദാനം ചെയ്യേണ്ടതല്ലേ? മാനവരാശി ഇത്രയധികം പുരോഗമിച്ചിട്ട് ഹസ്തദാനം ചെയ്യേണ്ടിയിരിക്കുകയാണോ വേണ്ടത്? ഹസ്തദാനം ചെയ്യില്ല എന്ന് പറയുന്നത് എത്ര അധാർമികമെന്ന് മാത്രമല്ല എത്ര സംസ്കാരശൂന്യമാണ് എന്നുള്ളത്. നാം ഇന്നോളം ആർജിച്ച സംസ്കാരമൊക്കെ തച്ചുകൊടുക്കുന്ന രീതികളാണ് കാണുന്നത്. ദുഃഖകരമായി പോയി. ഇവിടെ നീരജ് ചോപ്രയുടെ അമ്മയാണ് ഞാൻ വളരെ സന്തോഷവും സ്വീകരിക്കുന്നത്. പാകിസ്ഥാൻകാരനായിട്ടുള്ള ജേതാവിനെ കുറിച്ച് അഭിമാനപൂർവ്വം പറയും, എൻ്റെ മകനെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നീരജ് ചോപ്രയുടെ അമ്മയ്ക്ക് കഴിഞ്ഞു. അങ്ങനെയുള്ള അമ്മമാരാണ് ഉണ്ടാവേണ്ടത്. ആ അമ്മമാരിലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. അതുപോലെ തിരിച്ചും പാകിസ്ഥാനിലെ ആളുകളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ജാതി മതത്തിന് അപ്പുറമായി സ്നേഹമാണ് ഒഴുകേണ്ടത്, ആ സ്നേഹമാണ് പ്രസരിപ്പിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ അബ്ദുൾ റഹീമിൻ്റെ കാര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. നിമിഷപ്രിയയുടെ കാര്യം ഒന്ന് ശരിയായി വന്നായിരുന്നു. അപ്പോഴാണ് മതത്തിൻ്റെ പേര് AP അബ്ദുൾ മുസ്ലിയാരുടെ സ്വാധീനം വന്നു, അത് ശരിയല്ല എന്ന് പറയുകയും അതെല്ലാം തച്ചുടയ്ക്കപ്പെടുകയും വീണ്ടും കേസിൻ്റെ പിന്നിലേക്ക് നിമിഷപ്രിയ രക്ഷപ്പെടുമെന്നുള്ളത് വന്നപ്പോഴാണ് അങ്ങനെ കോലാഹലമുണ്ട്. നമ്മൾ മലയാളികൾ തന്നെയാണ് ഇതൊക്കെ ഈ മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിയിൽ കൊണ്ടുകൊടുക്കുന്നത്. ഇപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഒരു ആശ്വാസവചനമുണ്ട്. അബ്ദുൾ റഹീം അമ്മേനെയും അച്ഛനെയും അമ്മേനെയും അനിയനെയും ചേട്ടന്മാരെയും കാണാത്ത ഒരാളായിരുന്നു. ആരുടെയോ പ്രേരണയാൽ. എന്നിട്ട് അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സുപ്രീം കോടതി ഇനി കൂടുതൽ ശിക്ഷ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അതൊരു വചനമാണ്, ആശ്വാസ സ്റ്റേറ്റ്മെൻറ്റാണ്, ജഡ്ജ്മെൻറ്റാണ്, വിധിയാണ്. ഒരു പക്ഷേ അതിവിദൂര ഭാവിയിൽ അദ്ദേഹം
നാട്ടിലേക്ക് വരാൻ സാധിക്കും. അത് ഒരു നല്ലൊരു വാർത്തയായി നിമിഷപ്രതിക്കും അങ്ങനെ ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വിദേശത്ത് നോക്കുമ്പോൾ നമ്മൾ നേപ്പാളിനെ കുറിച്ചിട്ടാണ് ആദ്യം വളരെ ശക്തമായിട്ടുള്ള ജൻസി കലാപം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. പുതിയ വന്നിട്ടുണ്ട്, താൽക്കാലിക മന്ത്രിസഭ വന്നിട്ടുണ്ട്. ആ മന്ത്രി പക്ഷേ കാണേണ്ടത് ഒരു തലമുറ ഭയങ്കര അസ്വസ്ഥമായിരിക്കുന്നു എന്നുള്ളതാണ്. അതേ ഒരു പാറ്റേണിൽ ലഡാക്ക് മാറുമെന്നാണ് മണിപ്പൂരായി ലഡാക്ക് മാറുമെന്നുള്ളത്. സോനം വാങ്ചുക്കിനെ ജയിലിലടച്ചു എന്നാണ്, ഒരു നിഗൂഢ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഇത് ഒട്ടും ശരിയായിട്ടുള്ള നിലപാടല്ല. അദ്ദേഹം നിരാഹാരവും ഗാന്ധിയൻ മാർഗത്തിലാണ് ചെയ്തത്. ഗാന്ധി മാർഗത്തിലൂടെ ചെയ്യുന്ന സമരത്തെ ശ്രദ്ധിക്കാതെ വരികയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഇത് കണ്ട് അവിടുത്തെ ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള സമരം കൊണ്ട് യാതൊരു കാര്യമില്ലെന്നും മറ്റൊരു മാർഗം സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അക്രമാസക്തമായത്. അവരെ 4 പേർ വധിക്കപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും അത് രൂക്ഷമാവുകയും ലഡാക്ക് വളരെ ഭൂമിശാസ്ത്രപരമായി വളരെ പ്രധാനമായ ചൈനയുടെ പാകിസ്ഥാന് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് മതം അധികം കൂടുതലുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ അസ്വസ്ഥത വളർന്നിട്ടുള്ളത്. കാശ്മീരിന് 2ആയി മുറിച്ചപ്പോൾ അവർക്കെല്ലാം സംസ്ഥാന പദവി കൊടുക്കുകയും ലഡാക്കിന് സംസ്ഥാന പദവി കൊടുത്തിട്ടുമില്ല. അത് ന്യായമായ ഒരു ആവശ്യം കൂടിയാണ്. എന്തായാലും സോനം വാങ്ചുക്ക് അപകടകരമായ രീതിയിൽ മരിക്കപ്പെടാൻ അനുവദിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ പാർട്ടികളുടെ കൂട്ടായ്മ അതിനെതിരായി പ്രതിരോധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക്. അല്ലെങ്കിൽ ഇത് വലിയൊരു അപകടത്തിലേക്ക് പോവുകയും ഇന്ത്യ മറ്റൊരു വലിയ സങ്കീർണമായ സംഘർഷഭരിതമായ നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ മുഴുവൻ ഇത് പടരാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. വോട്ട് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ തിരിച്ചു വരാം എന്നാണ്, കേരളത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. വാസ്തവത്തിൽ രാഹുൽ മാങ്കട്ടത്തെ കുറിച്ചിട്ടാണ് ഹൂ കെയർ എന്ന് ഇപ്പോൾ ആരും പറയാത്തില്ല. ഹൂ കെയർ ഞാൻ ഈ ലൈംഗികമായ താല്പര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ തെറ്റൊക്കെ പറ്റും. നമ്മൾ വിവാഹം കഴിഞ്ഞോടുകൂടി ലൈംഗികത അവസാനിക്കില്ല. കാരണം നമ്മൾ ലൈംഗിക ദരിദ്രവാസികളാണ്. ലൈംഗികമായി വീണ്ടും കൃത്യമായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം രാത്രിയിൽ വരുന്നവരും അത് കൃത്യമായി ആസ്വദിക്കാത്തവരുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ലൈംഗികത ഉണ്ടാവാം. പക്ഷേ ഇതൊരു എന്താണ്, ഇരപിടിയന്മാരുടെ രൂപം ആണ്. ഇരപിടിയൻ്റെ മനസ്സുമായിട്ടാണ് രാഹുൽ മങ്കടത്തിൻ്റെ പ്രവർത്തനം കാണുമെന്ന് പറയപ്പെടുന്നത്. ഓരോരുത്തരെയും തൻ്റെ കെണിയിൽപ്പെടുത്താൻ ആസൂത്രിതമായി ചെയ്യുകയും അവർ ഗർഭിണികളാക്കപ്പെടുകയും. ഒരു രാഷ്ട്രീയ നേതാവാണ്, ഉയർന്ന രാഷ്ട്രീയ ബോധം ഉണ്ടാവേണ്ടതാണ്. ലൈംഗികത ഇങ്ങനെ ആയതുകൊണ്ട് രാഷ്ട്രീയം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു ധാർമ്മികത വേണ്ടേ? തങ്ങളുടെ അരികിൽ ഒരു നേതാവുമ്പോൾ തൻ്റെ അരികിലേക്ക് ഒരുപാട് പേർ വരും, നമ്മുടെ അരികിലേക്കൊക്കെ. അവരെയെല്ലാം നാം ഒരു കെണിയിലേക്ക് പെടുത്താവുന്ന രീതിയിൽ മനസ്സ് ഉണ്ടാവുകയും അവ തെളിയിക്കപ്പെടാത്ത രീതിയിൽ വാട്സപ്പ് മെസ്സേജും ഇൻസ്റ്റാഗ്രാമും ഗൂഗിൾ പേ എന്താ എനിക്കറിയില്ല, അതൊക്കെ വളരെ ക്രിമിനൽ ബുദ്ധിയുടെ ഭാഗമാണ്. ഒരു ഈ ആശ്രമത്തിൻ്റെ പൂജാരി ഇതുപോലെ ചെയ്യുന്ന പോലെയാണ്, കൃത്രിമമായി ചെയ്യുന്ന പോലെയാണിത്. ഇത് വലിയ ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല, ഇതിനൊരു ഗ്രൂപ്പ് പോലും ഉണ്ടാവണം. ഇത്ര കാലമുണ്ടായി തൻ്റെ നാട്ടിലെ തൻ്റെ പ്രസ്ഥാനത്തിലത്തെ അണികൾക്കാണ് സംഭവിക്കുന്നത്. ധൈര്യമായി പെൺകുട്ടികൾക്ക് അരുത്തു ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളവരും മിണ്ടാൻ പറ്റുന്നില്ല. കെ.സി. വേണുഗോപാലിൻ്റെ ഭാര്യ പോലും ആശ പറയുന്നു, പെൺകുട്ടികളെ ഭയത്തോടെ മാത്രമേ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് ധാരണ ഇത് പറയുമെങ്കിൽ നിസ്സാരമാണോ? എല്ലാവർക്കും അറിയുന്ന കാര്യം സതീശൻ ഈ കാര്യത്തിൽ കുറച്ച് ഉറച്ച തീരുമാനമെടുത്തു. അദ്ദേഹം അഭിനയമൊക്കെ കുറേ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ തന്നെയാണ് വാസ്തവത്തിലുണ്ടാകുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടതല്ല എന്ന് എൻ്റെ അഭിപ്രായം. ഷാഫി പറമ്പിൽ തള്ളിപ്പറയേണ്ടതാണ്. തള്ളിപ്പറയാത്തോടത്തോളം കാലം അദ്ദേഹത്തെ സഹായിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത് തെറ്റായ നീചമായ പ്രവൃത്തിയാണ്. ഇത് CPM-ലുണ്ട്, വി ശശി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ട്. അവിടെ ഒരു കുട്ടിയേക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അത് അവിടെ വെച്ച് എതിർക്കുന്നു. ചിലപ്പോൾ അത് തേച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമായി മാറില്ല. ഒരു വലിയൊരു ഗ്രൂപ്പ്, ഒരു സംഘത്തിൻ്റെ കിണിയിൽപ്പെടുന്ന ധർമ്മസ്ഥല പോലെയായി മാറുകയാണ്. ഇവരൊക്കെയാണ് ധർമ്മസ്ഥലയിലെ നേതാക്കളായി മാറുക സാധ്യത. അതുകൊണ്ട് ഈ തരത്തിൽ വെച്ച് പുറപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അത് അദ്ദേഹം നശിപ്പിക്കണം എന്നല്ല. ഇത് തീർച്ചയായിട്ടും അവിടെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചാൽ, വരും കാലങ്ങളിൽ അധികാരം കിട്ടിയാൽ ഇവരെല്ലാം എന്തെല്ലാം ചെയ്യും എന്ന് പറയാൻ സാധിക്കില്ല. കോൺഗ്രസ്സുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഒരു ചെയ്തികളെ കുറിച്ച്. ഇവിടെ ഷൈൻ ടീച്ചറെ കുറിച്ചിട്ടാണ്. പിന്നെ അപ്പോൾ ഇതിന് പകരമായി വേറൊരു അപവാദം ഉണ്ടാക്കിയാൽ ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ്
ഒരു വീട്ടിൽ കയറി ഏത് പാർട്ടി നേതാവ് ഉൾപ്പാർട്ടി ചർച്ച ചെയ്യാൻ രാത്രി ചെന്നു എന്നാണ് പറയുന്നത്. അത് രാത്രി പകലോ എന്ന് നാട്ടുകാർ പിടിക്കുമെന്നാണ് പറയുന്നത്. അയാളുടെ ഭർത്താവ് എങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് പേരിൽ കേസ് എടുക്കേണ്ടതല്ലേ? ഒരു കേസും കണ്ടില്ല, പബ്ലിക് ഇത്രയധികം ആളുകളുണ്ടായിട്ട് അതെല്ലാം പറയാത്തത് എന്താണ്? അപ്പോൾ ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അതിനെ ഷൈൻ ടീച്ചറെ വലിച്ചഴയ്ക്കുന്നു എന്നുള്ളതാണ്. ഷൈൻ ടീച്ചർ നന്നായിട്ട് സംസാരിച്ച ഒരു കാര്യം ക്ലിപ്പിങ്സ് എനിക്ക് തോന്നി. അത് ജവഹർലാൽ നെഹ്റു പറഞ്ഞാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഈ എന്താണെന്ന് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം അംബേദ്കറേയും കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ നാട് നിന്നാവണമെങ്കിൽ ഈ തരത്തിലുള്ള സംസ്കാരം ഉണ്ടാവണം. ആ സംസ്കാരം ഉണ്ടാവാൻ നാം ജവഹർലാൽ നെഹ്റുവിനെയും ചുരുങ്ങിയപക്ഷം അംബേദ്കറേയും പഠിക്കണം എന്ന് പറയുന്ന ഷൈൻ ടീച്ചറുടെ വാക്കുകളും നമുക്കറിയാം. അതേ അവസരത്തിൽ തന്നെ തൻ്റെ പാർട്ടികളിൽ ഇത്തരം അവാർഡ് ഉണ്ടാകുമ്പോൾ തുറന്നു സംസാരിക്കാൻ, മുഖം നോക്കാതെ സംസാരിക്കാൻ വനിതാ പ്രതിനിധികൾ ഉണ്ടാകണം. അല്ലെങ്കിൽ ഇത് ഇപ്പം എന്തായും അത് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലൈംഗികാരോപണങ്ങളും ഗർഭം ഉണ്ടായാൽ പോലും അത് നോർമലൈസ് ഇരിക്കുന്നു. നമ്മുടെ പെൺകുട്ടി കൂടിയായിരിക്കുന്നുണ്ടാവും, ഗർഭം ഉണ്ടായാൽ കല്യാണം കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അപ്പോൾ അതും ഇല്ലാത്ത അവസ്ഥയാണ്. നിർബന്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഗർഭം ഉണ്ടാവുക ആരും ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ ഇത് വലിയ അപകടമാണ്. ഇപ്പോൾ പാവപ്പെട്ട പെൺകുട്ടികൾ ചതിയിൽപ്പെടുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവർ കൂടെ നിൽക്കാൻ ആരില്ലാതെ വരികയും സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ്, പടയാളികളെ വെച്ച് അവർക്കെതിരായിട്ട് ആരോപണങ്ങളും ഉണ്ടാക്കുകയാണ്. അവർ ഒറ്റപ്പെട്ടു പോവും, അവർ നിരാശരാകും. ആരും തന്നെ ഇങ്ങനെ സംസാരിക്കാണ്ടാവില്ല. ഒരു പ്രസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മറ്റേ എന്തായിരിക്കും സ്ഥിതി? എല്ലാ പ്രസ്ഥാനങ്ങളും ഈ തരത്തിൽ തങ്ങളുടേതായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ഉണ്ടാകുന്ന ഈ ഇത്യാദി അപജയങ്ങളെ തുറന്നു പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ മഹാമോശമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നത് ഈ അയ്യപ്പ സംഘത്ത് ആഗോള സംഘമാണ്. ഈ ആഗോള അയ്യപ്പ സംഘത്തെക്കുറിച്ച് ഈ ഇടതുപക്ഷക്കാരെങ്ങനെ ചെയ്യാമോ എന്നാണ് എൻ്റെ ചോദ്യം. വാസ്തവത്തിൽ ഇവിടെ ദേവസ്വം ബോർഡ് എന്നുള്ള ബോർഡുണ്ടല്ലോ. ആ ദേവസ്വം ബോർഡുണ്ടെങ്കിൽ ശബരിമലയെക്കുറിച്ചും സർക്കാർ ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ്. അതുകൊണ്ട് അയ്യപ്പ സംഗമം അത് ആ തരത്തിൽ ശരിയുമാണ്. അതവസരത്തിൽ ഇത് വോട്ട് ബാങ്കായി മാറാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ ദൂരവ്യാപകമായ ഫലമുണ്ടാവും. കാരണം അപ്പുറത്ത് അയ്യപ്പ സംരക്ഷണ സംഗമവും നടത്തി. അതുകൊണ്ട് തന്നെ അയ്യപ്പ സംരക്ഷണ സംഗമം അല്ലെങ്കിൽ നടത്തുമായിരുന്നു. അവിടെ അയ്യപ്പനെ എതിരായിട്ടുള്ള വേറൊരു അമ്പലം പണിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് അനുമതി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബോധപൂർവമായി ഈ ഹിന്ദുക്കളെ വർഗീയവാദികളാക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എല്ലാ ഹിന്ദുക്കളും വർഗീയവാദികളല്ലെന്നും കേരളം അങ്ങനെ വർഗീയവാദത്തിൻ്റെ ഭ്രാന്തിൽപ്പെടാൻ അനുവദിക്കപ്പെടില്ലെന്നും പറയുന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ്. തത്വമസിയെ കുറിച്ച് പറയുന്നത്, വാവുരെ കുറിച്ച് പറയുന്നത്, അർത്തുങ്കൽ പള്ളിയെക്കുറിച്ച് പറയുന്നതൊക്കെ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മതനിരപേക്ഷ ബോധം കേരളത്തിൽ ഉറച്ചിട്ടുണ്ടെന്നാണ്. ആ തരത്തിൽ സുകുമാരൻ നായരെയും വെള്ളപ്പള്ളി നടത്തി സ്വീകരിക്കുക. പക്ഷേ അവരുടെ പൂർവ്വകാല ചരിത്രം നോക്കുകയാണെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. വേറെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് തൻ്റെ സമുദായത്തെ ഉപയോഗിക്കുന്നത്. ഇതേവരെ ഉപയോഗിച്ചിട്ടുള്ളത്, ഇനിയും ഉപയോഗിക്കുക. എന്നാൽ പോലും അവർ ഒരു പക്ഷേ വർഗീയവാദികളാവാൻ അവർക്ക് ആഗ്രഹമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ അവരുടെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ വീണ്ടും മറുകണ്ഠം ചാടുമോ എന്നുള്ളത്. ഇതുവരെ UDFക്കാരായിരുന്നു ഈ ആനുകൂല്യം പറ്റുന്നത്. ഇപ്പോൾ ആ തന്ത്രം LDFും പയറ്റുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ആളുകളുടെ സഹകരണം UDF സ്വീകരിക്കുമ്പോൾ അതിനെ ബദലായി മറുകണ്ഠം ചാടാൻ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ കൃത്യമായി കിട്ടുമെന്ന് ധൈര്യമില്ലാത്ത സമയത്ത് നമ്മുടെ പലവിധ അച്ഛന്മാർ കാസയെ പോലുള്ള ആളുകളെ സ്ഥിതിക്ക് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടണമെന്ന് വോട്ട് ബാങ്ക് അധിഷ്ഠിതമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായാൽ തെറ്റ് പറയാൻ പറ്റില്ല എന്നത്. അത് ശരിയുണ്ടെന്നല്ല. പക്ഷേ ഇതിൻ്റെ ദൂരവ്യാപക ഫലം ഉണ്ടാകുന്നത് ഈ സമുദായ നേതാക്കൾക്ക് സ്ഥാനം കൂടി വരുന്നതാണ്. അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി വരുമ്പോൾ അവർ വേറെ ഒന്ന് പറയും, അവർ ജനങ്ങളെ ഇളക്കി വിടുകയും ചെയ്യും. ഇവിടെ NSSൻ്റെ സുകുമാരൻ നായർ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള നിലപാടാണ്. ഈ ശബരിമലയുടെ പ്രശ്നം വന്നപ്പോൾ ആദ്യം തുടങ്ങിയത് അവിടെയുള്ള ഭക്തന്മാർക്ക് തോന്നിയ വേദനയാണ്. ആ വേദന കണ്ടില്ലെന്നടിച്ച് അന്ന് RSSൻ്റെയും BJPയുടെ ആളുകൾ സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞാണ് കേസ് കൊടുത്ത തന്നെ BJPയുടെ അംഗങ്ങളായിട്ട് സ്ത്രീകളാണ് കൊടുത്തത്. അതാണ് സത്യം. സുപ്രീം കോടതി വിധി വന്നിരിക്കുന്ന എല്ലാവർക്കും കയറണം, ശബരിമല ആരാധിക്കണം എന്ന് പറഞ്ഞേ ഉള്ളൂ. അത് നടപ്പാക്കാൻ പറഞ്ഞു. അത് ഗവൺമെൻറ് നടപ്പാക്കാൻ ശ്രമം നടത്തി എന്നുള്ളതാണ് സത്യം. കുറച്ച് ധൃതി കൂടിയുണ്ടാവാം. ഞങ്ങൾ നവോത്ഥാന നായകന്മാരാണെന്ന് വരുത്തി തീർക്കാനായിരിക്കാം. അത് ശരി. പക്ഷേ അതവസരത്തിൽ അത് ശരിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അന്ന് അനുകൂലിച്ച RSSും BJPയും കോൺഗ്രസും ഒക്കെ പിന്നീട് ചവിട് പറ്റി. പക്ഷേ അതിൽ ഇടതുപക്ഷം ഉറച്ചു വന്നു.
അതിൻ്റെ പേരിൽ LDF-നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ പത്തനംതിട്ട പോലെയുള്ളത് വിജയിച്ചില്ല എന്നാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരം മതനിരപേക്ഷത തകർന്നു പോകുന്നു എന്നുള്ള രീതിയാണ് കപട ഭക്തന്മാരും കപട സമുദായ സ്നേഹികളും വിജയിച്ചു വരുന്നു എന്നുള്ളത്. അതേ അവസരത്തിൽ തന്നെ LDF-നെ കിടന്നുറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എതിർത്ത് പറയുന്ന ആളുകൾക്ക് ഇതിന് ബദലായിട്ട് ബദൽ രൂപം ഉണ്ടാക്കാൻ, മതനിരപേക്ഷത ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു ദുഃഖകരമായുള്ള കാര്യമാണ്. ഇവിടെ വാസ്തവത്തിൽ ഈ അയ്യപ്പ സംരക്ഷണ സംഘത്തെ പോലെ തന്നെ ദളിത് സമുദായം തങ്ങൾക്ക് അവകാശപ്പെട്ടായിട്ടുള്ള ശബരിമല തീർച്ചയായിട്ടും അവിടെ പൂജാരിയാവേണ്ടത്, തന്ത്രിയാവേണ്ടത്, മറ്റേ ബ്രാഹ്മണരല്ലെന്നും ഈ വേദം പഠിച്ച അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിയകൾ പഠിച്ച ഏതൊരാൾക്കും അവിടുത്തെ പൂജാരിയാവണം എന്നുള്ള സമരമാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ആ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പോഴും ദളിത് സമുദായത്തിനോ അതിനോടനുബന്ധിച്ചുള്ള പുരോഗമനക്കാർക്കോ സാധിക്കുന്നില്ല. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഇഴവനെ വെച്ചു എന്നുള്ളത് വലിയൊരു കാര്യം. അത് ശുഭതോർ. ഇതേപോലെ തന്നെ ഓരോന്നും നാം നേടിയെടുക്കേണ്ടതാണ്. എന്തായാലും കേരളീയ മനസ്സ് പെട്ടെന്ന് വർഗീയതയിലേക്ക്, ഭ്രാന്തമായ ജാതി മതഭ്രാന്തിലേക്ക് പോകില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് തെളിയുന്നത്. ഇത് വർദ്ധിപ്പിക്കാൻ കാസയുടെയും അതുപോലെ തന്നെ എല്ലാവിധ മൗലികവാദികളും എല്ലാം ഇതിലുണ്ട്. മുസ്ലിം മൗലികവാദവും ഇസ്ലാം രാഷ്ട്രം ഉണ്ടാകുന്ന ആഗ്രഹിക്കുന്നവരും ഈ തൊട്ടുകൂടായ്മ പ്രചരിപ്പിക്കുന്നവരൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ബിഷപ്പ് ഫ്രാങ്കിനെ പൂവിട്ട് പൂജിക്കുന്ന, മെഴുതിരി കത്തിച്ചു കൊടുക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. പൂജാരിമാരുടെ പീഡനത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്ന ആളുകളുണ്ട്. ഇതിൽ നല്ല വ്യത്യസ്തമായി എവിടെയാണോ നീതി വിഷയിക്കപ്പെടുന്നത്, എവിടെയാണോ അപകടം ഉണ്ടാകുന്നത്, എവിടെയാണോ അടിച്ചമർത്തപ്പെടുന്നത്, അവിടെ ഇസങ്ങൾക്കപ്പുറം LDF ആണോ, UDF ആണോ, കോൺഗ്രസ് ആണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റാണോ നോക്കാതെ നമ്മൾ ഉയർത്തണം കൈകൾ, ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് മുഖം നോക്കി സംസാരിക്കാനുള്ള ശക്തി ആർജിക്കാതിരുന്നാൽ നമ്മുടെ ഭാവി തലമുറ വല്ലാതെ ദുരന്തത്തിൽ പോകും. എന്തായാലും നമ്മുടെ നാട് പെട്ടെന്ന് നശിക്കില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട സംഭവമാണ്. നമ്മൾ ഇവിടെ എവിടെയാണ്, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള സഹകരണ സംഭവം ഇത് ഞാൻ പെട്ടെന്ന് എൻ്റെ തലച്ചോറിൽ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർ ഇടുന്നതാണ് സഹകരണ സംഘം. ആ സഹകരണ സംഘമാണ് തകരുന്നത്. ആ തകരുമ്പോൾ പാവപ്പെട്ടവരിട്ട് ആകെ കൊടുത്ത പൈസയാണ് ഇല്ലാണ്ടാവുന്നത്. ആ ഇല്ലാതാവുന്ന നിസ്സാരമല്ല. അത് LDF ഭരിച്ചപ്പോൾ അവിടെയും ഇപ്പോൾ ഇവിടെ തിരുമലയിൽ അനിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ ചെയ്യും. സ്വന്തം ആളുകൾ എല്ലാം കടവായ്പെടുത്തു. സ്വന്തം ആളുകൾ അവരുടെ BJP-ക്കാരാണ് എന്നുള്ളത് ഊഹിക്കാൻ ആർക്കും പറ്റുമല്ലോ. അതിനെന്ത് തന്നെ മാറ്റി പറയാൻ ശ്രമിച്ചാലും കൊടുത്തു തിരിച്ചടച്ചിട്ടില്ല. അതിൻ്റെ ഫലമായ ആളുകൾ വരുന്നു. അതിൻ്റെ വളരെ ആത്മാർത്ഥമുള്ളൊരു മനുഷ്യനായതുകൊണ്ടാണ് മരിച്ചത്. അല്ലെങ്കിൽ ഇന്ന് കാലത്ത് ആര് മരിക്കുന്നു? ആർക്കും മരിക്കില്ല. അവരൊക്കെ ജീവിച്ചു. പക്ഷേ ഇയാളെ കുറച്ച് ആത്മാർത്ഥമുള്ള ഒരു RS-കാരനാണ്, BJP-കാരനാണ്, സത്യേന്ദ്രനാണെന്ന് എനിക്ക് തോന്നുന്നു. അതേ ആത്മാർത്ഥത കൊണ്ട് വയ്ക്കും. ഇതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ ഏതോ നിയമനത്തെ തട്ടിപ്പുമായി കാശ് പിടിച്ചത് തിരിച്ചു കൊടുക്കേണ്ട പേരിൽ NM വിജയ് എന്നുള്ള വളരെ സ്വാധീനമായിട്ടുള്ള മനുഷ്യനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തൻ്റെ മകന് വേഷം കൊടുത്ത് ഇത്ര ദുരന്തമുണ്ടാവാൻ വല്ലതുണ്ടോ എന്നാണ് ഞാൻ വളരെ വളരെ സങ്കടം. ഇന്ന് ഈ അപ്പച്ചാൽ ജില്ലാ സെക്രട്ടറിമാർ വേറെ ആളെയുണ്ടെന്നുള്ളത്. പക്ഷേ സുൽത്താൻ ബത്തേരി ഭീകരമായ ഒരു അന്തരീക്ഷത്തിലാണ് എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ എല്ലാ സഹകരണ സംഘങ്ങളും നോക്കിയാൽ ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ കാണുന്നു. അതുകൊണ്ട് സഹകാരികൾ ഉയർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ സഹകരണ സംഘ പ്രസ്ഥാനം നമ്മൾ ഈ കുട്ടലൂർ സംഘം ഇതുപോലെ നശിച്ചു പോയതാണ്. ഇതുപോലെ നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ എന്തെല്ലാം ആരോപണങ്ങളാണ്, എന്തെല്ലാം സംഗതികളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ആ പിടിച്ചു നിൽക്കാൻ സഹകരണ സംഘം പിടിച്ചാലുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭഗീരഥ പ്രയത്നം പുതിയ പ്രസിഡൻ്റൊക്കെ നടത്തുന്നുണ്ട്. അത് വിജയിക്കും കൂടി വേണം. അതവസ്ഥ തന്നെ ഞാൻ പറയാം, അവരുടെ മനസ്സിൽ കഴിഞ്ഞ ഭരണസമിതി എടുത്ത തെറ്റായ തീരുമാനത്തെ എതിർക്കുകയും അവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് മനസ്സിൽ എഴുതി വയ്ക്കാനുള്ള ധൈര്യം കൂടി കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരിച്ചു വരികയാണ്. നമ്മുടെ സമൂഹം ആ തരത്തിലേക്ക് പല തരത്തിലേക്ക് അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞു നിൽക്കുന്നൊരു സമൂഹമായി മാറുകയാണ്. ലൈംഗികതയും ഇതുപോലെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാവാണ്.
ഇപ്പം നമ്മുടെ സിനിമാ നടന്മാരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ടു. സിദ്ദിഖ് സുപ്രീം കോടതി പോയി, ആ പെൺകുട്ടി മാത്രം ഒരു അനാഥയായിപ്പോയി, ആരോപണം എല്ലാം ശൂന്യാകാശത്തിലായി പോയി. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം വലിയ വലിയ ആളുകളായി പോയെങ്കിലും നമ്മളിപ്പോഴും ഉയർന്നിട്ടില്ല, നമ്മുടെ ജനാധിപത്യം നമ്മുടെ കുടുംബങ്ങളുടെ സമൂഹത്തിൽ എത്തിയിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ശരത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അതിനിടയിൽ നമ്മുടെ സമൂഹം പോകുന്ന വേറെ രീതിയും കൂടി നോക്കൂ. വനിതാ ഗുണ്ടകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ സാധാരണ പുരുഷ സമത്വം ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ സ്ത്രീ സമത്വം പുരുഷ സമത്വമൊക്കെ തെറ്റായ രീതി, തെറ്റിൻ്റെ കൂടിയാണ്. ബാറിൽ ഒരുമിച്ചിരിക്കാൻ എന്തുകൊണ്ട് അവകാശമുണ്ട്? സിഗരറ്റ് വലിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? മദ്യം കഴിക്കാൻ അവകാശമില്ലേ? കള്ളത്തരം നടത്താൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? എല്ലാത്തിലും തമ്മാടിത്തിലും പുരുഷന്മാരോടൊപ്പം ഞങ്ങൾക്കും കഴിവുണ്ട് എന്ന് തെളിയിക്കുന്നതിലുള്ള തന്ത്രപ്പാടിലാണ് സ്ത്രീകളെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. നോക്കൂ, 2 വനിതകളെയാണ് ഗുണ്ടാ ലിസ്റ്റിൽ ഏർപ്പെടുത്തിക്കൊണ്ട് നാട് കടത്തിയിരിക്കുന്നു. എത്ര വയസ്സായിട്ടുണ്ട് അവർക്ക്? 28 വയസ്സ് 25 വയസ്സേ ഈ പെൺകുട്ടികൾക്കുള്ളൂ. അവർ ചെയ്തിട്ടുള്ളത് എന്തറിയോ? ആക്രമണം, അതുപോലെ തന്നെ കവർച്ച, അടിപിടി എല്ലാം നടത്തുന്ന 2 പെൺകുട്ടികൾ. അവർ നാട് കടത്തപ്പെട്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഡിവൈഎസ്പി ഓഫീസിൽ പോയി ഒപ്പിടണം. പെൺകുട്ടികളാണ്. ഇതാണോ നമ്മളുടെ വാസ്തവത്തിൽ പുതിയ ലോകം? ഈ രീതിയിലാണോ ഡെവലപ്പ് ചെയ്യേണ്ടതെന്നോ? ഇന്ന് ഈ അവസരത്തിൽ ഞാൻ ഇന്നലെയാണ് വാർത്ത കേട്ടത്. ശാലിനി എന്നൊരു പെൺകുട്ടി എല്ലാ ദിവസവും അവൾ പാചകം ചെയ്യും. ഭർത്താവ് പോയി കഴിഞ്ഞിട്ടേ അടുക്കളയിൽ കയറാറുള്ളൂ. അവർ വഴക്കാവുമ്പോൾ എല്ലാ ദിവസവും അമ്മേരെ വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാ ദിവസവും ഭർത്താവ് ടാപ്പിംഗ് തൊഴിലാളിയാണ്. ആ ടാപ്പിംഗ് തൊഴിലാളി പോകുമ്പോൾ അവൾ പോയി തക്കം നോക്കി അയാൾക്കുള്ള ഭക്ഷണം വെച്ച് കൊടുക്കും എല്ലാ ദിവസവും. പക്ഷേ ഒരു ദിവസം ഭക്ഷണം വയ്ക്കാൻ ചെന്നു. ആ സമയത്താണ് അവൻ്റെ കത്തി പിന്നിലൂടെ കയറുന്നത്. എല്ലാ ദിവസവും ഭക്ഷണം തരുന്ന ഭാര്യയെ കൊല്ലാൻ നമുക്ക് വിഷമം ഉണ്ടാവുന്നില്ല. മുത്തശ്ശിമാരെ കൊല്ലാൻ, കാമുകിയെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ, ഭാര്യയെ കൊല്ലാൻ, ഭർത്താവിനെ കൊല്ലാൻ, അമ്മൂമ്മയെ കൊല്ലാൻ ഒന്നും നമുക്ക് വിഷമില്ലാതിരിക്കൂ. പറ്റിക്കാൻ യാതൊരു പ്രയാസം ഇല്ലാതായ കാലം. കാറിൻ്റെ കാര്യത്തിൽ, ലോണിൻ്റെ കാര്യത്തിൽ, എന്തിൻ്റെ കാര്യത്തിലാണ് പറ്റിക്കലില്ലാത്തത് എന്നുള്ളതാണ്. ഷൈൻഡീത്തറിൻ്റെ കാര്യത്തിലൊക്കെ വി ഡി സതീശൻ കുറച്ചുകൂടി ഉയർന്ന നിലപാടെടുത്തെങ്കിൽ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ വി ഡി സതീശൻ കേരളത്തിൻ്റെ ഒരു ആകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു സ്ട്രഗിളിങ്ങിലായിരിക്കും വി ഡി സതീശൻ എനിക്ക് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി ഉമ്മലൊക്കെ അവരുടെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം നല്ല നേതാക്കളാണ്, നല്ല പ്രവർത്തകരാണ്. പക്ഷേ ഇതിനെ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. വാസ്തവത്തിൽ ഇതെല്ലാം എല്ലാ പാർട്ടിയിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ശരത് പ്രസാദിൻ്റെ വീഡിയോ ക്ലിപ്പ് കാണാനുണ്ടായി. പലവിധ കണ്ണനെക്കുറിച്ച് ഞങ്ങൾ പ്രസ്ഥാനത്തിലിരിക്കുമ്പോഴാണ് ആദ്യമായി കണ്ണനെ തരം താഴ്ത്തുന്നത്. അത് ഞങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പ് ഏരിയ കമ്മിറ്റി കൂടിയപ്പോൾ ഞാനൊക്കെ ചോദ്യമായിരുന്നു. അപ്പോൾ അന്ന് നിഷേധിച്ചായിരുന്നു. പിറ്റേ ദിവസം മനോരമ പത്രത്തിൽ അദ്ദേഹത്തെ തരം താഴ്ത്തിയ കാര്യമാണ് പിന്നീട് അറിയുന്നത്. ഏറ്റവും കളവ് പറയുന്നത് പാർട്ടിയിൽ അംഗങ്ങളോടാണ് പാർട്ടി നേതാക്കൾ. അതാണ് ഏറ്റവും വലിയ. മലയാള മനോരമയിൽ നിന്നും മാതൃഭൂമിയിൽ നിന്നും ബൂർഷ പത്രങ്ങളിൽ നിന്ന് വേണം പാർട്ടിയിലത്തെ നീചകൃത്യങ്ങൾ അറിയാൻ എന്നുള്ള. ഈ ചുമരെടുത്തുന്ന ആളുകൾക്കല്ല, ഈ ജയി വിളിക്കുന്ന ആളുകൾക്കല്ല, മരിക്കാൻ വേണ്ടി തയ്യാറായ ആളുകൾക്കല്ല ഈ സത്യം അറിയാനുള്ള അവകാശം, മറിച്ച് ബൂർഷ മാധ്യമങ്ങൾക്കാണ് എന്ന് വരികയാണ്. ഇവിടെ ഇപ്പോൾ ഈ കപ്പലണ്ടി വിറ്റ കണ്ണനെ കുറിച്ച് പറയുന്നു, കോടാനുകോടി രൂപ സംഭവിച്ചു എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഒരാൾ തമാശയ്ക്ക് പറഞ്ഞത് MK കണ്ണൻ ഒരു കസേരയിട്ടിരിക്കുകയാണ്, ഇടി വരുന്നത് കാത്തുനിന്നാണ്, എല്ലാം മുണ്ടെല്ലാം തേച്ച് വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ ഈ കണ്ണൻ പറയുന്നത് എൻ്റെ എല്ലാ അക്കൗണ്ടിലും ഒരു പൈസയില്ല എന്നാണ് പറയുന്നത്. അത് വളരെ വലിയ വിഷമമാണ്. അദ്ദേഹം പാപ്പറായിട്ട് പ്രഖ്യാപിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം CMP ആയിരുന്നപ്പോൾ ഞങ്ങളുടെ വാസേട്ടനും ഞങ്ങളങ്ങനെ സംസാരിക്കാൻ എനിക്ക് കണ്ണനെ ഇഷ്ടമാണ്. MK കണ്ണൻ ഞങ്ങൾ SFI ഇപ്പോൾ കണ്ടിട്ടുള്ളതാണ്. വളരെ താഴ്ന്ന നിലയിൽ നല്ല സംഘാടകനുമാണ്. എന്നോട് തന്നെ CMPയിലേക്ക് വരാൻ പറഞ്ഞ ആളാണ് ഇന്ന് CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവായി വന്നത്. അദ്ദേഹമാണ് ഈ അഴിമതിയിൽ മുങ്ങി കുളിക്കുന്ന ആണെന്ന് പറയപ്പെടുന്ന ആളാണ് കുട്ടലൂരത്തെ അഴിമതി ഒരു അന്വേഷിക്കുന്നത്. എന്ത് വിരോധാഭാസമാണ്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെ കഥകളും. ഞാൻ ഇപ്പോൾ നേരത്തെ ശ്രീ വിഷയം പറഞ്ഞപ്പോഴാണ് ഈ കോട്ടമുറിയുടെ നമ്മുടെ ബാങ്കിൻ്റെ ചെയർമാൻ്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്തായാലും ഇത് വലിയ അവാർഡാണ്. അപ്പോൾ ശരത്ത് പറഞ്ഞെന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം നാട്ടിൽ സംസാരമുണ്ട് എന്നുള്ളതാണ്. കണ്ടംകുളത്തിൽ ഇങ്ങനെ അഴിമതി ചെയ്യുന്നതെന്ന് വിശ്വാസമില്ലേ, പക്ഷെ നിവൃത്തിയില്ല, എന്ത് ചെയ്യും? ഇത് കേൾക്കുന്ന കാടയെക്കുറിച്ചില്ല, നേരത്തെ കുറിച്ച് കേട്ടതാണ് ഡേവിസ് കാടയെക്കുറിച്ചിട്ട്. എല്ലാവരും കുറിച്ച് ഇതിനു മുമ്പ് കേട്ടു. പക്ഷേ പാർട്ടി ഇവനെ ശരത്തിനെ താഴ്ത്തിയതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ആരോപണം പോയില്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം. പാർട്ടി തെറ്റിദ്ധരത്തിൻ്റെ പാതയിലായിരിക്കണം. എവിടെ നിന്ന് തുടങ്ങുന്നതാണ് പേടി, എവിടെ നിന്ന് തുടങ്ങിയാൽ അവസാനിക്കില്ല എന്നൊരു തോന്നൽ. അത് മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങി താഴ്ത്തു വരെ ഈ ആരോപണ ശരങ്ങൾ ഏറ്റുവാങ്ങുക, അതിൽ നല്ല മനുഷ്യർ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട്
പാർട്ടി ശരത് പ്രസാദിനെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് കാര്യമില്ല. ഇത്യാദി കാര്യങ്ങൾ ജനങ്ങൾ മുഴുവൻ സംസാരിക്കുന്നൊരു വിഷയമാണ് ശരത് പ്രസാദ് പറഞ്ഞു എന്നുള്ള സത്യം. നിങ്ങൾ മൂടി വയ്ക്കാം, പാർട്ടി ഉള്ളിൽ അടിച്ചമർത്തായിക്ക് ഈ സംഘടന ബലം കൊണ്ട്. പക്ഷേ പുറമേ പറ്റില്ല, ജനങ്ങൾ വിധി എഴുതുന്നു. അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും ഒരേപോലെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് കേരളത്തെ ജനാധിപത്യത്തെ അടിപൊളിക്കും, അപകടപ്പെടുത്തും, മതനിരപേക്ഷത അപകടപ്പെടുത്തും, മൂല്യവത്തമായ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കാത്ത രീതിയിൽ അപകടപ്പെടും, ഭയം ഉണ്ടാക്കും. അതുകൊണ്ട് അതിന് മറികടക്കുന്നൊരു വലിയൊരു സമൂഹം ഉണ്ടാക്കേണ്ട വലിയ ഉത്തരവാദിത്വം CPM-നുണ്ട്. മുഖം നോക്കാതെ സംസാരിക്കാനുള്ള കഴിവ് CPM അണികൾക്കുണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഗസ്റ്റിൻ കുട്ടല്ലൂരിൻ്റെ കവിത, ഞാൻ കവി വലിയ പ്രേമിയൊന്നുമല്ല, വലിയ വായനക്കാരുമല്ല, എന്നാൽ പോലും കുറേ ദിവസമായി എൻ്റെ പുസ്തകത്തിലുണ്ടായിട്ടുള്ള ഇന്ന് കുട്ടല്ലൂർ വായനശാലയിൽ ഒരു ചർച്ചയും കൂടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അവനോട് ചെയ്യുന്ന ചെറിയ നീതി കാണിക്കാൻ ശ്രമം നടത്താണ്. ദേശസ്നേഹികളിൽ നിന്നാണ്, നെഞ്ചിൽ പക്ഷിക്കൂടുള്ള ഒരാൾ എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ് ഇതെടുത്തിട്ടുള്ളത്. ആദ്യം പുകഞ്ഞ അടുപ്പിൽ നിന്ന് തീ പകർന്നതാണ് ഞങ്ങൾ നാട്ടിൻപുറത്ത് ഓരോ വീടുകളിലും കഞ്ഞി വെന്തിരുന്നത്. കുത്തിരി വെന്ത് തൂവുന്ന മണം കാറ്റിൽ പരക്കും വരെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാ മുലകളിലും കുടിച്ചിരുന്നു. ധൃതിമതികളായ പൂക്കൾക്കും പെൺകിടാങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ ഗന്ധർവ കിന്നരന്മാർ മുളന്തണ്ടിൽ ചൂളമടിച്ച് പാടി. ചുമലിൽ കലപ്പയും മൺവെട്ടിയുമായി പോയിരുന്നവർ സന്ധ്യയ്ക്ക് വയലിൻ്റെ ചെറുമണവും കാട്ടുമരുന്നിൻ്റെ കയ്പ് ഗന്ധവുമായി തിരിച്ചെത്തിയിരുന്നു. ഓരോ മരവും ഞങ്ങൾക്ക് പഴങ്ങൾക്കൊപ്പം മുതുമുത്തച്ഛന്മാരുടെ കഥകളും പറഞ്ഞു തന്നു. ഓരോ കിളിയും നനുത്ത തൂവലുകൾക്കൊപ്പം മൺമറഞ്ഞവരുടെ സ്നേഹസാഹസങ്ങൾ പാടിത്തന്നു. ഓരോ തൊടിയും പൂക്കളിൽ അവരുടെ ഓർമ്മകളുടെ സുഗന്ധവും തേനും നിറച്ചു. ഒരു നാൾ ഗ്രാമത്തിന് നടുവിലൂടെ ഒരു കൂറ്റൻ കമ്പിവേലി ഉയർന്ന് ഞങ്ങളുടെ ആകാശത്തെയും മണ്ണിനെയും രണ്ടായി വലിച്ചു കീറി. നെല്ലും കരിമ്പും വിളഞ്ഞ പാടങ്ങൾ രണ്ട് ദേശാതിർത്തികളായി. ഒരേ അടുപ്പിൽ നിന്ന് തീ പകർന്നവർ രണ്ട് ദേശക്കാരായി. അതോടെ ഞങ്ങളും ദൈവങ്ങളും വേറെയായി. നോക്കൂ, കമ്പിവേലിയിൽ കുരുങ്ങിപ്പോയ ഒരു കുഞ്ഞു പാവ അതിരിട്ട് ഞങ്ങളെ വലിച്ചു മാറ്റിയപ്പോൾ കൈവിട്ടുപോയ ഒരു കുഞ്ഞിനെ മുത്തച്ഛൻ എറിഞ്ഞു കൊടുത്തതാണത്. ദേശസ്നേഹത്തിൻ്റെ വേലിയിൽ ആ പാവയ്ക്കൊപ്പം വ്യാകുലമായൊരു സ്നേഹവും ഒരുക്കിത്തീരുന്നു. നോക്കൂ, കമ്പിവേലിയിൽ തൂങ്ങിക്കിടക്കുന്ന ജമ്മന്തി മാലകൾ, കൈമാറാൻ കഴിയാതെ പോയ സവിക്കും തുളുമ്പുന്ന പ്രണയത്തിൻ്റെ കരിവാടിപ്പുകൾ മാത്രമാണിന്നവ. ഈ കമ്പിവേലിയിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. രക്തം പുരുണ്ടുണങ്ങിയ പാടുകൾ കണ്ടു. രണ്ടായി പകുത്തെറിഞ്ഞ കാലത്തൊരു ജനത മുഴുവൻ ശിരസ്സും കൈകളും അതിലമർത്തി രക്തം വാർന്നൊഴുകും വരെ സങ്കടപ്പെട്ടതിൻ്റെ അടയാളങ്ങളവ. ഹോ, ഇപ്പോൾ ഇതെല്ലാം വെറുമൊരു പഴങ്കഥയായി. ഞങ്ങളിന്ന് നല്ല ദേശസ്നേഹികളാണ്. അപ്പുറത്തുള്ള രാജ്യദ്രോഹികളുടെ രഹസ്യ നീക്കങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദേശസ്നേഹികൾ. ഓ, ഇപ്പോൾ ഇതെല്ലാം വെറുമൊരു പഴങ്കഥയായി. ഞങ്ങളിന്ന് നല്ല ദേശസ്നേഹികളാണ്. അപ്പുറത്തുള്ള രാജ്യദ്രോഹികളുടെ രഹസ്യ നീക്കങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദേശസ്നേഹികൾ. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.